ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ. അങ്ങാടിപ്പുറത്ത് സീബ്ര ലൈനുകൾ പുനഃസ്ഥാപിക്കണമെന്ന് വെൽഫെയർ പാർട്ടി. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഔദ്യോഗികമായി പരാതി നൽകി. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്ന അങ്ങാടിപ്പുറത്ത് റോഡുകളിൽ സീബ്ര ലൈനുകൾ പൂർണ്ണമായും മായ്ഞ്ഞത് ഗുരുതരമായ സുരക്ഷാ ഭീഷണിയാണെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു. ഗവൺമെന്റ് പോളിടെക്നിക്കിന് സമീപം തിരുമാന്താംകുന്ന് ജംഗ്ഷൻ, ഫെഡറൽ ബാങ്ക് ജംഗ്ഷൻ തുടങ്ങി കാൽനട യാത്രക്കാർ കൂടുതലായി ഉപയോഗിക്കുന്ന ഭാഗങ്ങളിൽ സീബ്ര ലൈനുകൾ ഇല്ലാതായതോടെ വിദ്യാർത്ഥികളും വയോജനങ്ങളും സ്ത്രീകളും ഏറെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം, അങ്ങാടിപ്പുറം തളി മഹാദേവ ക്ഷേത്രം, മാണിക്യപുരം അയ്യപ്പ ക്ഷേത്രം, ഏറനോട് പൂന്താനം ശിവക്ഷേത്രം, മുതുവറ വിഷ്ണു ക്ഷേത്രം, റാവറമണ്ണ ശിവക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് ദിവസേന എത്തുന്ന വിശ്വാസികളും MES മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ് പോളിടെക്നിക്, തരകൻ ഹൈസ്കൂൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളും റോഡ് മുറിച്ച് കടക്കാൻ ഏറെ നേരം കാത്തുനിൽക്കേണ്ട സാഹചര്യമാണുള്ളത്. വാഹനത്തിരക്കേറിയ റോഡിൽ അതിവേഗം മുറിച്ചു കടക്കാനുള്ള ശ്രമങ്ങൾ അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നുവെന്ന ആശങ്കയും ഉയരുന്നു. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സൈദാലി വലമ്പൂർ, സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട്, വൈസ് പ്രസിഡന്റ് സക്കീർ അരിപ്ര എന്നിവർ ഓഫീസിൽ നേരിട്ടെത്തി ഔദ്യോഗികമായി പരാതി നൽകി. ഇവിടെ അങ്ങാടിപ്പുറം തളി ക്ഷേത്രത്തിൻ്റെ പരിസരത്തും അതേപോലെ തന്നെ തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിലും പോളിടെക്നിക്കിൻ്റെ മുമ്പിലുമായിക്കൊണ്ട് കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാൻ സീബ്ര ലൈന് ദേശീയപാത അധികൃതർ വരച്ചിരുന്നു. എന്നാൽ ഇന്ന് ആ സീബ്ര ലൈനാകട്ടെ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ മാസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ ദേശീയപാത അധികാരികളോട് നിരന്തരമായി കൊണ്ട് ഉന്നയിക്കുന്നത്. എന്നാൽ ഇന്നേ വരെ ഇത് കാണാനോ ഈ സീബ്ര ലൈൻ വരക്കാനോ ദേശീയപാത അധികാരികൾ തയ്യാറായിട്ടില്ല. മാത്രമല്ല ഇവിടെ ഈ തളി ക്ഷേത്രത്തിലേക്കും തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലേക്കൊക്കെ നിരവധി ഭക്തജനങ്ങൾ വരുന്ന സമയത്ത് അവർ റോഡ് മുറിച്ച് കടക്കാൻ വളരെയധികം പ്രയാസം നേരിടുകയാണ്. ഇനി 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ മാർച്ച് 25 ഇവിടെ തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം തുടങ്ങുകയാണ്. ഒരുപാട് ഭക്തജനങ്ങൾ നിരന്തരമായി കൊണ്ട് വന്നു പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയായ അങ്ങാടിപ്പുറത്തെ ഈ ദേശീയപാതയുടെ ഈ സീബ്ര ലൈന് വരച്ചുകൊണ്ട് കാൽനട യാത്രക്കാർക്ക് സുഗമമായി കൊണ്ട് റോഡ് മുറിച്ച് കടക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നാണ് വെൽഫെയർ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. സീബ്ര ലൈനുകൾ പുനഃസ്ഥാപിച്ച് ആവശ്യമായ മുന്നറിയിപ്പ് ബോർഡുകളും സ്പീഡ് നിയന്ത്രണ സംവിധാനങ്ങളും സ്ഥാപിക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് ഭരണകൂടത്തിന്റെ അടിസ്ഥാന ബാധ്യതയാണെന്നും ബന്ധപ്പെട്ട വകുപ്പുകൾ എത്രയും വേഗം ഇടപെടാത്ത പക്ഷം ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടി വരുമെന്നും കമ്മിറ്റി പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി.